അർച്ചനാസ് വ്ലോഗ് ഒട്ടും ഫ്ലോപ്പ് ആകാതെ എങ്ങനെ പെർഫെക്റ്റ് ടേസ്റ്റി കാരമൽ സോസ് ഉണ്ടാക്കുന്നത് നോക്കാം. അത് 3 ഇൻഗ്രീഡിയൻസ് വെച്ച് 2 കപ്പ് ഫ്രഷ് ക്രീം, 1 കപ്പ് അൺസാൾട്ടഡ് ബട്ടർ, 2 കപ്പ് ഷുഗർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കാരമൽ സോസിന് വേണ്ടത്. മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷനിലും കൂടെ കൊടുക്കുന്നുണ്ട്. അമുലിൻ്റെ അൺസാൾട്ടഡ് ബട്ടറും ഫ്രഷ് ക്രീമുമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ പാൻ ചൂടാക്കിയ ശേഷം ഗ്രാനുലഡ് ഷുഗർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയം തീയുടെ അളവ് കൂട്ടിയാലും പ്രശ്നമില്ല. പിന്നീട് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് സിമ്മിലാക്കി ഇടയ്ക്കിടെ അധികം നിർത്തി വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം കൂടുതൽ സമയം ഇളക്കാതിരുന്നാൽ ഷുഗറിൻ്റെ താഴ്ഭാഗം മെൽറ്റായി കയ്പ്പ് രസം വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപോലെ എല്ലായിടത്തും മെൽറ്റാകാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് നിർത്താതെ ഇളക്കണം എന്ന് പറയുന്നത്. കാരമൽ സോസ് സിമ്പിളായിട്ട് കുറച്ച് സമയം വെച്ച് ചെയ്യേണ്ടതാണ്. ഷുഗർ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് കട്ടയായി തുടങ്ങുന്നത്. ഇപ്പോൾ എല്ലാ ഭാഗവും കട്ടയായി തുടങ്ങി. 4 kg കാരമൽ കേക്കിനുള്ള കാരമൽ സോസിൻ്റെ മെഷർമെൻറ്റാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് 1 kg ആണെങ്കിൽ ഇതിൻ്റെ 4 ഭാഗം നിങ്ങൾ എടുത്താൽ മതി. ഈ കട്ടയായ ഭാഗങ്ങളെല്ലാം ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്പാച്ചുല നേരിട്ട് ഫ്ലോറിൽ വെക്കരുത്. ഒരു പ്ലേറ്റിലാക്കി വെക്കുക. കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ അതിൻ്റെ മെൽറ്റായിക്കൊണ്ടിരിക്കുന്ന ഭാഗം നമ്മളെ ഫ്ലോറിൽ പറ്റി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. കുട്ടികൾ തൊടാതെയും ശ്രദ്ധിക്കുക. ഹൈ ഡേഞ്ചർ ചൂടാണിതിന്. അത്യാവശ്യം ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മെൽറ്റായി തുടങ്ങുമ്പോൾ സ്പാച്ചുലയിൽ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഈ പാനിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെയ്യുക. എങ്കിൽ അതും കൂടി മെൽറ്റാവും. കറക്റ്റ് മെൽറ്റായി പെർഫെക്റ്റ് കാരമൽ സോസ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത്. പകുതിയോളം ഷുഗർ മെൽറ്റായി കഴിഞ്ഞു. ഈ സമയത്തെല്ലാം തീ സിമ്മിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഷുഗർ നല്ല ബ്രൗൺ നിറത്തിൽ മുഴുവനായി മെൽറ്റായി കഴിഞ്ഞു. മെൽറ്റായ ഉടനെ തന്നെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നല്ല കയ്പ്പ് രസം വരാനുള്ള സാധ്യത കൂടുതലാണ്. റൂം ടെമ്പറേച്ചറിലായ ബട്ടറാണ് കാരമലിലേക്ക് ചേർക്കാൻ നല്ലത്. ഇതിലേക്ക് സാൾട്ടഡ് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് സാൾട്ടോ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ സാൾട്ടഡ് കാരമൽ സോസാക്കി മാറ്റാം. ബട്ടർ നന്നായി മെൽറ്റായ ശേഷം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഇതിനെ സോസ് രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി തീ ഓഫ് ആക്കാതെ തന്നെ മിക്സ് ചെയ്ത് കട്ടിയാക്കി എടുക്കുക. ഡ്രിപ്പ് കേക്കിന് ബെറ്റർ കട്ടിയായി എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റി കാരമൽ സോസ് ഇവിടെ റെഡിയായി. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഡ്രിപ്പിന് വേണ്ടിയിട്ട് കുറുക്കിയെടുക്കണമെങ്കിൽ തീ ഓഫ് ആകാതെ തന്നെ ഒന്നും കൂടെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.